അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പപ്സാണ് കേട്ടോ. സമൂസൻ്റെ ഷീറ്റ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്സൊക്കെ ഒരുപാട് മാർജറിനൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാതെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം നമ്മളിത് കുറഞ്ഞ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. സമൂസയൊന്നും പൊരിച്ചെടുക്കുന്ന പോലെ ഒന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണില്ല. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഞാൻ ഇതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു വലിയ 2 സവാള, ചെറുതാണെങ്കിൽ 3 or 4 നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്കൊരു തുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്നാൽ പെട്ടെന്ന് വഴന്ന് വന്നോളും. ഇനി മിക്സിയിൽ ഞാൻ തക്കാളിയും പച്ചമുളകും സ്ലൈസ് ചെയ്തെടുത്തേക്കാണ് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കും. ഈ തക്കാളി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിച്ചപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കും. ഇനി നമ്മളിത് 2 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനത് 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇത് 4 ആൾക്ക് കഴിക്കാനുണ്ടാവും. നമുക്കിതിലേക്ക് കുറച്ച് മൈദൻ്റെ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം, ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി വരുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനില്ല മസാല വെച്ചിടാം. മസാല തണുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു മുട്ടയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അടിയിലുള്ള ഭാഗം കണ്ട് മടക്കി എടുക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് മൈദ ചേർത്ത് കൊടുത്താൽ നല്ല ശരിക്കും ഒട്ടി നിന്നോളും. എണ്ണയൊന്നും അതിൻ്റെ മേലേക്ക് ഉള്ളിലേക്കൊന്നും കയറില്ല. നമ്മളിതൊരു ബോക്സ് പോലെയാണ് കേട്ടോ മടക്കിയെടുക്കുക. ഞാൻ പറയുന്നതിലേറെ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലത്തെ ഒരു 4 ഉണ്ടാക്കിയത്. ഇത് ഓരോരുത്തർക്കും ഓരോന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. 2 ഷീറ്റ് വെച്ച് ചെയ്യല്ലേ. ഇനി കുറഞ്ഞ എണ്ണയിലാണ് കഴിയുന്ന നമ്മൾ വെളിച്ചെണ്ണ ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടെങ്കിലും കഴിയുന്ന നമ്മളെ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാം. കുറഞ്ഞ വെളിച്ചെണ്ണ, നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ അത്രയ്ക്ക് വെളിച്ചെണ്ണ, കുറഞ്ഞ വെളിച്ചെണ്ണ. കാരണം അത് പകുതി വേവായ സാധനമാണ് സമൂസൻ്റെ ഷീറ്റ്. അതുകൊണ്ട് ഇത് മുക്കി പൊരിച്ച് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് അതിന് സമൂസയാണെങ്കിലും എന്താണെങ്കിലും കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സോസൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടണ പപ്സിൻ്റെ അതേ ടേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് മസാലയും ഇതൊക്കെ കുറച്ച് കുട്ടികൾക്കല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ട് കുറച്ച് എരിവൊക്കെ ഉള്ള രൂപത്തിൽ ചെയ്താൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ഈ നോമ്പിന് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണ പലഹാരങ്ങൾക്ക് പകരം ഇങ്ങനെ കുറഞ്ഞ എണ്ണയിലൊക്കെ ഉള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയായിരിക്കും നല്ലത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.